ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്നവർ നിർബന്ധമായി നോക്കിയിരിക്കേണ്ട മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് സാഗർമാത. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുങ്മ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം. നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി നദി. വൃദ്ധഗംഗ, ഗോദാവരി. തെലുങ്ക് ഗംഗ, കൃഷ്ണ. പാതാള ഗംഗ, കൃഷ്ണ. അർദ്ധഗംഗ, കൃഷ്ണ. ദക്ഷിണ ഗംഗ, കാവേരി. മാൽവ ഗംഗ, ബേത്വ. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്ന പേരാണ് സാഗർമാത. എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ചോമോലുങ്മ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം. നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഏതാണ്? സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് സിവാലിക്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര സിവാലിക്. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം. ഇന്ത്യൻ പൂർവ്വതീര സമതലത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം. ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലങ്ങൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മലബാർ തീരം, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം. ഇന്ത്യയുടെ പൂർവ്വ തീര സമതലത്തിന്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം. ഡൂണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിരയാണ് സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയ പർവ്വതനിരയാണ് സിവാലിക്. സിവാലിക് പർവ്വതനിരയിൽ കാണപ്പെടുന്ന പ്രധാന ഡൂണുകളാണ് ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പട്ലി ഡൂൺ. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. തീരപ്രദേശമില്ലാത്ത ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി. അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി. ഏറ്റവും പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഏറ്റവും പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം കൊൽക്കത്ത. ഇന്ത്യയിൽ ഉത്തരായന രേഖ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏതെല്ലാമാണ് സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഒന്നും കൂടി നോക്കാം. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഏറ്റവും പ്രധാന അക്ഷാംശ രേഖയാണ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് കൊൽക്കത്ത. നദികളില്ലാത്ത ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം എങ്ങനെയുള്ള പ്രദേശമായിരിക്കും? മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയാണ് സിർക്കുകൾ. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നതാണ് സിർക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഡെറാഡൂൺ, അൽമോറ, നൈനിറ്റാൾ, മസൂറി, പിത്തോർഗഡ്, റാണിഗഡ്, കുമയൂൺ. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി താപ്തി. അപ്പം ഒന്നും കൂടി നോക്കാം. ലാറ്ററൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം, മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് സിർക്കുകൾ. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ്.
ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെയാണ് ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാലാണ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഡെറാഡൂൺ, അൽമോറ, നൈനിറ്റാൾ, മസൂറി, പിത്തോർഗഡ്, റാണിഗഡ്, കുമയൂൺ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൻ. സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി. സിയാച്ചിൻ ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നുബ്ര. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ലഡാക്ക്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, കിഴക്ക് കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി, ഗുജറാത്ത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി, തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഖാദർ. പുതിയ ഖാദർ, പുതിയ ഖദർ. പുതിയ ഖദർ എന്ന് വെച്ചാൽ പുതിയ ഖദർ വസ്ത്രം, പുതിയ ഖാദർ. പഴയതാണെങ്കിലോ ബങ്കർ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ജൈവാംശങ്ങളുടെയും തരിമണലും കളിമണ്ണും ചേർന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മണ്ണണിഞ്ഞുകൂടുന്ന ഒരു മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപ്. ഇതെല്ലാം PYQs ആണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രപ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ പ്രാദേശിക സമയം കടന്നു പോകുന്ന സ്ഥലം ഏതാണ്? അലഹബാദ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തും തമ്മിലുള്ള സമയവ്യത്യാസം 2 മണിക്കൂർ. ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ്? 82 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ പ്രാദേശിക സമയം കടന്നു പോകുന്ന സ്ഥലം അലഹബാദ്. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തും തമ്മിലുള്ള സമയവ്യത്യാസം 2 മണിക്കൂർ. ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖ ഉത്തരായന രേഖ. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലി പർവ്വതനിരയിൽ. മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? കോസി പദ്ധതി. താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? സൂററ്റ്. 2020 യുനെസ്കോയുടെ മാനൻ ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യയുടെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? പന്ന, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4-നും പൂർവ്വരേഖാംശം 7 ഡിഗ്രി 37 ഡിഗ്രി 6-നും ഇടയിൽ. രേഖാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിൽ. രേഖാംശ സ്ഥാനം പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിൽ. കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 3,214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നീളം
2933 കിലോമീറ്റർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത് ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ. അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിൽ. രേഖാംശ സ്ഥാനം പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിൽ. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആസാം. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദി. പുരുഷ നാമധേയമുള്ള നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് വീലർ ദ്വീപ്, ഒഡീഷ. ഇന്ത്യയുടെ ആദ്യ കറൻസി രഹിത ദ്വീപ് ഏതാണ്? കറാങ്, ലോക്തക് തടാകം. ഇന്ത്യയുടെ ആദ്യ കറൻസി രഹിത ദ്വീപ് കറാങ്, ലോക്തക് തടാകം, മണിപ്പൂർ. ശ്രീലങ്കയ്ക്കും ഉപദ്വീപീയ ഇന്ത്യക്കും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് രാമേശ്വരം. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലാണ്. അതിന് പറഞ്ഞാണ് ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിൽ. രേഖാംശ സ്ഥാനം പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിൽ. കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിന് നട്ടൽ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ. ഇതെല്ലാം റിപ്പീറ്റാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? നർമ്മദ. അറബിക്കടലിൽ നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വതനിരകൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്ന നദിയും നർമ്മദ നദി തന്നെയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ദിബാങ്, സുബൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. നിശബ്ദ തീരം എന്നറിയപ്പെടുന്നതും ലഡാക്ക് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ലഡാക്ക് തന്നെയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. യമുന നദീ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, ഡൽഹി, മധുര, ഇട്ടാവ. ഇതൊക്കെ ചോദിക്കുവേ. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ഏതാണ്? കവരത്തി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വലിപ്പത്തിൽ ലോകത്തെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെ. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ വെച്ചാണ്. ഉത്തരേന്ത്യൻ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് ലൂ. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.